മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖം മൂടി അടിഞ്ഞു വീണെന്ന് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുൻപത്തുകാരെയും സഭാ നേതൃത്വത്തെയും വി ഡി സതീശൻ പറഞ്ഞു പറ്റിച്ചെന്നും ബി.ജെ.പി പറഞ്ഞതാണ് ശരിയെന്നും തെളിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് മുൻപത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ സതീശൻ വാക്ക് പാലിക്കണം. ആത്മാർത്ഥത എന്നുണ്ടെങ്കിൽ പുതിയ നിയമപ്രകാരം രൂപീകരിക്കാത്ത ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നും കെ സുരേന്ദ്രൻ. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സെക്ഷൻ 97 അനുസരിച്ച് 10 മിനിറ്റ് കൊണ്ട് മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ വാക്കു പാലിക്കണമെന്ന് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ നോട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈക്കോടതി നിലവിലെ അവസ്ഥ തുടരണമെന്നും നിലവിൽ മുനമ്പത്തെ ജനതയുടെ പേരിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ടാക്സ് റെസിപ്റ്റും ഉണ്ടായിട്ടും പിന്നെ എന്ത് വ്യാജരേഖ ഉണ്ടാക്കിയാണ് മുനമ്പം ഭൂമി വഖഫ് ബോർഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇപ്പൊ കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്നലെ പറയുന്നു, അന്നത്തെ നിലപാടല്ല ശ്രീ വി ഡി സതീശൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നു, വി ഡി സതീശനും UDF-ഉം മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും കബളിപ്പിക്കുകയാണ്. മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും വി ഡി സതീശൻ കബളിപ്പിക്കുകയാണെന്ന് ബി.ജെ.പി പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഖഫ് ഭേദഗതി പ്രകാരം രൂപീകരിക്കാത്ത വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.